കിട്ടി എന്തായാലും. അതാണ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന് അച്ഛനൊരു നോട്ട് കിട്ടുന്നുണ്ടോ? തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, തിരിച്ചു കൊടുക്കേണ്ടത് എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. കഴിഞ്ഞാല് കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത്. രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ തങ്കച്ചൻ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് വെടിപ്പായി തുടങ്ങിയിട്ടുള്ളത്. കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് എന്റെ കമന്റ് ബോക്സിൽ പറയാറുണ്ട്, എടാ ഇവക്ക് റീച്ച് കൊടുക്കാതെയാണ്. റീച്ചല്ല കൊടുക്കുന്നത്, ഇവളുടെ അധപ്പതനമാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഇവളെ അധപ്പതനമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് റീച്ച് ഉണ്ടായി കൊടുക്കുകയില്ല. ചില തീകള് കണ്ടിട്ടില്ലേ, അണയാൻ പോകുന്നു ആളിക്കത്ത് എന്നിട്ടങ്ങാണ്ടായി. ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. രേണുവിനെ വെറുക്കുന്ന ആൾക്കാര് ലൈക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ എന്റെ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ, ഇന്നലെയോ മെനഞ്ഞാന്നുള്ള വീഡിയോയില് 2000 ലൈക്ക്, 2600-800 ലൈക്ക് എന്തോ ആയി. അന്ന് മെനഞ്ഞാന്നായിട്ട് നോക്കിയ സമയത്ത്. ഇപ്പൊ അത് ചിലപ്പോൾ 3000 ആയിക്കണം, അറിയാൻ പാടില്ല, നോക്കിയില്ല. പിന്നെ അത്രയും ആൾക്കാർ വന്നിട്ട് ലൈക്ക് അടിക്കുകയാണ്. രേണുവിനെ വെറുക്കുന്നവർ ലൈക്ക് അടിക്കാൻ പറഞ്ഞപ്പം ഇതിലും അതുപോലെ രേണുവിനെ വെറുക്കുന്നവർ, ഇവള് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ഉറപ്പായിട്ട് അടിക്കുക, ഹൈപ്പ് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യുക. എന്തായാലും കൊള്ളാം. കിച്ചു ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എടാ കിച്ചു, നിനക്ക് നട്ടലിന് ഉറപ്പുണ്ടാടേ? ഞാൻ അത് തന്നെ ചോദിക്കും. ഇത് ഒന്നി വയറോർന്നു വല്ലതും പറയടേ, അല്ലാണ്ട് അങ്ങ് നിന്നിട്ട് വാങ്ങി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. നീ ഒറ്റ ഒരുത്തനാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയിട്ടുള്ളത്. നീ നിൽക്കേണ്ട സ്റ്റാൻഡായിട്ട് നിന്നിരുന്നെങ്കിൽ രേണു ഇത്രയും അതപ്പതിക്കത്തില്ലായിരുന്നു. അതപ്പതിക്കൂലെന്നല്ല, ഈ വീടിന്റെ കേസിൽ ഈ ബിഷപ്പും ഫിറോസിക്കൊക്കെ ഈ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വരില്ല, ഈ തെറിവിളികൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. നീ ആദ്യമേ പറയണം, നിങ്ങൾക്ക് തന്നിട്ടുള്ള വീടല്ല, ഞങ്ങൾക്ക് തന്നിട്ടുള്ള വീടാണ്. ഇതിലെന്തെങ്കിലും കുറ്റവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ കുണച്ചോളാം, നീ കുണയ്ക്കണ്ട, അല്ലെങ്കിൽ രേണു അമ്മ കുണയ്ക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാമായിരുന്നു. ഇത്രയും പ്രായമായില്ലേ, മുതുക്കായില്ലേ. ഇടയ്ക്ക് 2-3 ദിവസം മുന്നേ, 2-3 ദിവസമല്ല, ഒരാഴ്ച മുന്നേ നീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ലൈവിലെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വീട് തന്നത് തന്നെ വലിയ കാര്യം, ഇനി അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമെന്ന് നീ സ്റ്റാൻഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുവിനിട്ട് കൊട്ടി, ഇൻഡയറക്ട്ലി നീ കൊട്ടി. എന്നാൽ നിനക്ക് രേണുവിനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തുകളൊക്കെ നിർത്തണം, നിങ്ങൾക്ക് വല്ലതും കാണിക്കാണ്ടെങ്കിൽ നിങ്ങളെ മറ്റേ അലിൻജോസ് പെരേരയുടെയും നിങ്ങളുടെ റീൽസിലും അവിടെ എവിടെയും കാണിച്ചാൽ മതി. ഈ വീട് ഞങ്ങൾക്കാണ് തന്നിട്ടുള്ള, ഞങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാമെന്ന് നട്ടലോടെ ഉറച്ചു നിന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ലേ? നിനക്ക് എന്തോന്ന് അണ്ണാക്കി പിരിവെട്ടിയിരിക്കണം? കുറെ കാലമായി ഞാൻ ഇത് കാണണം, ഇന്ന് തുറക്കും, നീ തുറക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതുപോലെ രേണു ബഹറിൽ നിന്ന് എങ്ങാണ്ട് വന്ന് ഇറങ്ങിയ സമയത്ത് മീഡിയക്കാരെത്തി ചോദ്യം ചോദിച്ചപ്പം തന്നെ അണ്ണാക്കി പിരിവെട്ടി. എല്ലാം കിച്ചുവിന്റെ തലയിൽ വെച്ചിട്ട് അവള് സ്കൂട്ടായി. അത് വേറൊരു സത്യം. കോമഡി പീസ് ഇടയത്. എടേ അത് എന്തോന്നടേ, എനിക്ക് ചില സമയത്ത് കാണുമ്പോൾ പിടിച്ച് വരയ്ക്കാൻ തോന്നുന്നു. അമ്മാതിരിയാണ് എവള് വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത്? പൊങ്ങന്താനം കോളനിയിൽ ഉണ്ടായിരുന്നതാണ്, അവിടെ വാടാക്കി എങ്ങാണ്ട് കിടന്നതാണ്. കോളനിയെ കുറ്റം പറയുന്നല്ല, അവിടെ വാടാക്കി എങ്ങാണ്ട് എവിടെ കിടന്നതിനെ പിടിച്ചോണ്ടാണ് ഇവിടെ കൊണ്ട് മെത്തയിൽ ഇരുത്തിയത്. അട്ട കിടക്കുമോ മെത്തയിൽ? എവിടെ കിടക്കും? ചെളി കുഴി കിടക്കും. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. കിച്ചു പറഞ്ഞ കാര്യങ്ങളോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ കേസായി കലിപ്പായി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ പേരിൽ കേസായി. നമ്മളല്ല, എന്റെ പേരിൽ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത്. ബിഷപ്പ് എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ പേരിലാണ്? നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ പേരിൽ കേസായി. ഡേയ്, നീ ഉണ്ടായി, നീ ബിഷപ്പിനെ ഇട്ട് കൊട്ടേണ്ട രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. റീസൺ ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ പറഞ്ഞല്ലോ വീടിന്റെ കാര്യത്തിൽ ഞമ്മള് കൊറ്റൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ തള്ളേന്ന് പറഞ്ഞും കൊണ്ടൊരു പട്ടവും വാങ്ങിച്ചോണ്ട് നടക്കുന്നില്ലേ രേണു അമ്മ? എവള് കുറ്റം പറഞ്ഞില്ലേ? ഇവക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ ആ വീടിനെ പറ്റിട്ട് പറയാൻ? ഇല്ല. എന്നാ അധികാരമില്ലാത്തവൾ വന്നിടന്ന് കുരച്ചപ്പോ നീ തടഞ്ഞ? ഇല്ല. പിന്നെ നീ ഇവിടെ ഇരുന്ന് ഇനി മൊണ്ടി അടിക്കല്ലേ?
മുണ്ടി അടിക്കില്ലെന്ന് പറയേണ്ട റീസൺ ഈ വീട് നിന്റെ പേരിലും ഋതപ്പന്റെ പേരിലുമാണ്. ആ സ്ഥിതിക്ക് ആ വീട് ആരുടെ പേരിലാണ് കൊണ്ടുവച്ചിട്ടുള്ള അവരെ ഉൾപ്പെടുത്തിയ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ബിഷപ്പിന് നിന്റെ അടുത്ത് കൂടെ വൈരാഗ്യോ തീരാത്ത വൈരാഗ്യ ദേഷ്യമൊന്നുമല്ല. കേസിന്റെ വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് രേണു, സജിന, വേറൊരുത്തി. കാരണം ഇവളെല്ലാവരും കൂടിയാണ് വളഞ്ഞിരുന്നും കൊണ്ട് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ പദവിയും എല്ലാം ആക്ഷേപിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും പരിഹസിച്ച് വീഡിയോസ് ഇടുന്നത്. ഇതെല്ലാം നിർത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കേസിന്റെ വഴിക്ക് കയറണമെങ്കിൽ അതിന്റെ ലീഗൽ വശത്തിൽ കൂടി കയറണം. അതിനാണ് നിനക്കിട്ട് കൊട്ട് കിട്ടിയത്. അല്ലാണ്ട് നിന്നെ അകത്താക്കാനോ നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള പൂതി കൊണ്ടോ ഈ വീടും വസ്തുവെല്ലാം തിരിച്ചു വാങ്ങിയിട്ട് മറിച്ച് വിൽക്കാനോ ഒന്നും അല്ല ബിഷപ്പിന്. മനസ്സിലായടേ? മനസ്സിലായ? നീ വന്നിരുന്നിട്ട് അങ്ങേർക്കിട്ട് കൊട്ടുന്ന പോലത്തെ ഒരു കൊട്ടു കൊട്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിനക്കൊക്കെ സമയാസമയം ഈ രേണു എന്ന് പറയുന്നവളും തങ്കച്ചനും അവളുടെ കൂട്ടുകാരി എന്ന് പറയുന്ന കുറെ അപരാധികളും എല്ലാം കൂടിയൊക്കെ ചേർന്ന് കിടന്ന് കാട്ടിക്കൂട്ടിയതിന് തക്കതായ രീതിയിൽ നീ എതിർക്കണമായിരുന്നു. നിന്റെ അണ്ണാക്കി പിരിവെട്ടിയിരുന്ന നിനക്ക് ഇത്രയും ദിവസം വായിക്കാത്ത പിരിവെട്ടിയിരിക്കാണ്ട് എതിർക്കേണ്ട സമയത്ത് എതിർത്തിട്ട് അതങ്ങനെയല്ല ഇങ്ങനെ നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, വീട്ടിൽ കിടക്കാൻ പറ്റുമെങ്കിൽ കിടക്കണം, ഇല്ലെങ്കിൽ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായിട്ട് നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ സജിനെയും കുജിനെയൊക്കെ വന്നിരുന്നതെന്ന് ആലച്ചല്ല, നല്ലപോലെ ആലച്ചില്ല വീടിനടക്കം കുറ്റം പറഞ്ഞുകൊണ്ട്. നിന്റെ പേരിലുള്ള വീടാണെന്ന് നിനക്കുള്ള ബോധമുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് നീ രേണുവിനെ തടുത്തില്ലെങ്കിൽ ആ സജിനെ തടുത്താം. ആ വീടിന്റെ കേസും പറഞ്ഞ ആ വീടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ സജിന എന്ന് പറയുന്ന ആ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്തിട്ട് നീ സംസാരിച്ചാ നിങ്ങൾക്ക് അതിലെന്ത് അധികാരം, അത് ഞങ്ങളുടെ വീടല്ലേ എന്ന് പറയാനുള്ള എന്തെങ്കിലും ചങ്കറപ്പോ ചങ്കുറ്റോ നീ കാണിച്ചോ? പിന്നെ ഇപ്പൊ വന്നിരുന്ന കൊണയടിക്കല്ലേ? എനിക്കത് പിടിക്കൂല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കുറെ നാൾ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. നീ വാ തുറക്കുന്നില്ല. വാ തുറക്കേണ്ട സ്ഥലത്ത് നീ വാ തുറക്കുന്നില്ല. ഇപ്പൊ കേസായപ്പോ വന്നിരിക്കുന്നു കോടയം പിടിച്ചോണ്ട്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയാനാ? കുറെ ദിവസമായല്ലോ പിന്നെ ഇത്. ഇനി അങ്ങേരാ തിരിച്ചുകയറ്. ഗതി കെട്ടിട്ടാണ്. നീ ഒന്ന് ആലോചിക്കണം. വെറുതെ കയ്യിലിരുന്ന 7 സെന്റ് വസ്തു എടുത്ത് നിനക്ക് എല്ലാത്തിനും കൂടി ഓസിനും തന്നിട്ട് നിന്റെയൊക്കെ എല്ലാത്തിൻ്റെ വായിരിക്കണ കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമില്ല. അവിടെ നീ കുറ്റം പറഞ്ഞെന്നല്ല പറയുന്നത്. പക്ഷേ നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ അമ്മ എന്ന പട്ടവും എടുത്തുകൊണ്ട് നടക്കുന്ന രേണുവും രേണുവിൻ്റെ കൂട്ടുകാരികളും രേണുവിൻ്റെ അപ്പനും അമ്മ എല്ലാവരും ഇരുന്ന് ആ വീടിനെ കുറ്റം പറഞ്ഞു. അപ്പം അതിനെതിരെ പ്രതികരിക്കണ്ടേ? അദ്ദേഹം ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ലാണ്ട് നിന്റെ നിന്നൊന്നും വസ്തു വാങ്ങിച്ച് മറിച്ച് വയ്ക്കാനല്ലേ. അദ്ദേഹത്തിന് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മനസമാധാനം കിട്ടത്തില്ല. എല്ലാം കൂടി ആ പാവത്തിനെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അദ്ദേഹം സഹിക്കുന്നതിന് അതിനേക്കാളും ഒരു പരിധിയുണ്ട് കേട്ടാ. മാക്സിമം കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിനെ വലിച്ചഴച്ച് അദ്ദേഹത്തിന്റെ പദവിയും അദ്ദേഹത്തിനെ ഇങ്ങനെ താറടിച്ച് സമൂഹത്തിൽ ഇട്ടു കൊടുക്കുമ്പോൾ ഇത് നല്ല കാര്യമല്ല കേട്ടോ. അദ്ദേഹത്തിന് നിന്നെയൊക്കെ പോലെ വന്നിരുന്നും കൊണ്ട് കൊണയടിച്ചുകൊണ്ടിരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പദവി നോക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ സംസാരിക്കുന്നത്. ഞാൻ വാ തുറന്ന വെറും തറയായിരിക്കും. കിച്ചു, നീ ഒന്നുകിൽ വാ തുറന്ന് വല്ലതും സംസാരിക്കും, അല്ലെങ്കിൽ നീ പോയി വീട്ടിൽ കവന്ന് നടന്ന് ഉറങ്ങും കേട്ടാ. വളരെ പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി. കൈവറ്റാൻ പോണം. മറ്റേ ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു. അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞേക്കുന്ന കേട്ടോ. അപ്പം എന്തോന്നാ ഇത്? ഡേയ്, നിനക്ക് എത്ര വയസ്സ് കഴിച്ചു? എന്റെ അഡ്രസ്സ് കൊല്ലത്താണെന്നാണ് എന്നൊക്കെയാണ് വല്യമ്മ പറഞ്ഞിരിക്കുന്നത്. നിനക്കറിയത്തില്ലേ നിന്റെ അഡ്രസ്സും വീടും പേരും ഊരും ഒന്നും? വേറെ ഒന്നും വേണ്ടല്ലോ. നിന്റെ ആധാർ എടുത്ത് നോക്ക്, നിന്റെ അഡ്രസ്സ് എവിടെയാണെന്ന് നമ്മൾ അറിയാം. ലൈസൻസ് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിന്റെ അഡ്രസ്സ് എങ്ങോട്ടാണ് പേരിക്കുന്നത്. തോന്നടേ ഇത്രയും പ്രായമായിട്ട് ഇതെന്തോന്നത്? എനിക്കെന്തോ ഈ വീഡിയോ കണ്ടപ്പം നീ എന്തോന്നടേ എന്നെനിക്ക് തോന്നി കേട്ടോ. സത്യം, സീരിയസ്ലി കുറച്ചൊക്കെ ഒരു ബോധം വേണം മനുഷ്യന്മാരായ പൊതുസമൂഹമായിട്ട്. സ്വന്തം അഡ്രസ്സ് പോലും അറിഞ്ഞൂടെ എവിടെയാണെന്ന്. ആധാർ എടുത്ത് ഒരു ദിവസം കമത്തി നോക്ക്, അതിന്റെ ബാക്കിലുണ്ട്. കഷ്ടം. എന്റെ പേര് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്റെ ഈ അഡ്രസ്സൊക്കെ ഇവിടെയാണ്. അപ്പം എന്തുവാണ് പറയാനുള്ളത്? വളരെ സന്തോഷം. നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാതിരുന്നിട്ട് നമ്മുടെ പേരിലും കേസായി കിട്ടി. എന്തായാലും അതാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും പേരിലാണ് കേസ്. എനിക്ക് തോന്നുന്നു എന്റെ പേരിലല്ലേടാ വീട്. അതുകൊണ്ട്
അതുകൊണ്ടായിരിക്കണം ചിലപ്പോ. ചിലപ്പോ അങ്ങനത്തെ ഒരു സ്കീമായിരിക്കും. അല്ല ഇവൻ പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല, മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നും അറിയത്തില്ല. എന്റെ പൊന്നനിയ നിന്റെ പേരിലായത് കൊണ്ടാണ് നിന്നെയും കൂടി അതിൽ വെച്ചത് കേട്ടാ. അല്ലാണ്ട് നിന്നെ എടുത്ത് ക്രൂശിക്കാനൊന്നുമില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് വകുപ്പ്. നിന്റെ അമ്മയെന്ന് പറഞ്ഞും കൂടെ പട്ടോ മഞ്ചോണ്ട് നടക്കുന്ന രേണു. ഞാനൊന്നും പറയുന്നില്ലടേ, പറ്റുവാണെങ്കിൽ ഒന്ന് പറഞ്ഞ് നന്നാക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിച്ച് നിർത്താൻ എനിക്ക് പറ്റത്തുള്ളൂ. അമ്മ അതിൽ കോപ്പറായങ്ങളും പേക്കൂത്തുകളാണ് കാണിച്ചു കൂട്ടുന്നത്. അതിനൊക്കെ പറയേണ്ട ഗതികേടിലോട്ട് ഞാൻ പോകും. എൻ്റെ നാക്ക് ചീഞ്ഞളിഞ്ഞോണ്ട് പോകും. ഒന്ന് പറഞ്ഞ് നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്ക്. കുറെ കൂട്ടുകാരി അപരാധികളെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് എല്ലാം കൂടി കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മടൽ വെട്ടി അടിക്കാൻ തോന്നും. സത്യം. ഒരു വീട്, ഒരു വസ്തു, ഒരു മതിൽ. പാവം ഈ ദാനം ചെയ്തവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ചുമ്മാ ഇരുന്നും കൊണ്ട് കണ്ടവളുമാരുടെ വായിരിക്കുന്ന കേൾക്കേണ്ട ഒരവസ്ഥ. അതിലേറ്റവും അവസ്ഥ ബിഷപ്പിൻ്റെയാണ്. അദ്ദേഹം കേൾക്കുന്നതിന് കൈയും കണക്കുമില്ല. മറ്റേ സജിനെ എന്നൊക്കെ പറയുന്നവളാകുമ്പോൾ അവളെയൊക്കെ ഞാനൊന്നും പറയണില്ല, എനിക്ക് കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരുന്നു. എന്റെ പേരിലാണല്ലോ വീട്. ചിലപ്പോ ആ ഒരു ഇതിൽ കൊണ്ട് ചിലപ്പോ വന്നേക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ? കേസല്ലേ, പോലീസ് കേസല്ലേ. നോക്കാം എന്തായാലും. ഇനിയിപ്പം വേറെ വഴിയില്ല. അനുഭവിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾ അറിയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു ചോദിക്കുമല്ലോ. വട്ടാക്കണ്ട, വീഡിയോ കണ്ടാ മതി. ഇങ്ങനെ വരുവാണെങ്കിൽ വീഡിയോയിലുണ്ട്, എല്ലാം വിശദമായിട്ട് അതിനകത്തുണ്ട്. അത് പറയണമെന്ന് തോന്നി. എന്റെ ഭാഗത്തുനിന്നൊരു റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ലൈവിൽ കൂടെ ആണെങ്കിലും പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമാവും നമ്മൾ വിചാരിച്ചു. ഇത്ര പെട്ടെന്നാവുമെന്നും വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു കാര്യങ്ങളില്ല. ഇപ്പൊ ഇന്നലെ വിളിച്ചിങ്ങനെ പറയുന്നു, നിങ്ങൾ കട ജ്യൂസ് കുടിച്ചോണ്ടിയൊരു കേസായി. ഇവിടം വരെ വരേണ്ടി വരും, കോട്ടയം വരെ പോണോന്ന്. ഞാൻ നിക്കുന്നതാണേലും കൊല്ലത്താണ്. എന്റെ പഠിത്തവും ഒരു ബന്ധവും ഇല്ല, ഒരു കാര്യമില്ലാതെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോയി നിൽക്കും. ആ കൂട്ടുകാരെ കുറച്ച് കൊള്ളാൻ കേട്ടാ. നിനക്ക് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കറിയാം. നിന്റെ കൂട്ടുകാരൻ കിച്ചുവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ബാക്കിയുള്ളതിനെയൊക്കെ. കുറെ ബോധമില്ലാത്തതൊക്കെ ഉണ്ടല്ലോ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നത്, അതിനെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ കേട്ടാ. കൂട്ടുകാരൻ, കിച്ചുവിന്റെ കൂട്ടുകാരൻ ഒന്ന് കിച്ചുവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ പോയി പറയാൻ പറ. കാരണം ബോധവും വിവരമില്ലാത്തത് എന്തൊക്കെ കിടന്ന് കാണിച്ച് കൂട്ടുന്നുണ്ടെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞൂടെ. അതും കുറെ കൂട്ടുകാരങ്ങൾ. ചങ്ങാതി ഒന്നായ കണ്ണാടി വേണ്ട, ഇതെല്ലാത്തിനും കണ്ണാടിയുടെ അവസ്ഥയാണ്. എല്ലാം ഒന്നിനൊന്നിനും വെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയും കൂശുമ്പോൾ അവിടെ നിന്നും കൊണ്ട് കട്ടൊക്കെ തോളി കയറ്റി എന്നിട്ട് ഇപ്പുറത്തൊന്ന് കുറ്റം പറയുന്ന ടീംസാണ് കൂട്ട്. നല്ല ടീംസുകൾ. ഇങ്ങനെയും കുറെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പിന്നെ അവലം ഈ ജീവിതം പ്രേമഭൂഷം ആ അവസ്ഥയാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ തികഞ്ഞടാ. പിന്നെ 100ൽ 100ആണ്. ഇനി ബഹറിൽ നിന്നും രേണുവൊക്കെ എത്തിയിട്ടുണ്ട് നാട്ടിലേക്ക്. രേണുവൊക്കെ എത്തിയ പാടെ തന്നെ മീഡിയക്കാർ ചാടി വീഴുന്ന അങ്ങോട്ട് ചോദിച്ചു. രേണുവൊക്കെനൊന്നും അറിഞ്ഞൂടും. തള്ള ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തുവാ ഇവളെ ഈ വർത്താനം കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വന്നത്. ഭൂമി തിരിച്ചു കൊടുക്കണം പറഞ്ഞ അച്ഛനൊരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, തിരിച്ചു കൊടുക്കേണ്ടവരും. അണ്ണാക്കി പെരിയിട്ട കിച്ചു കേട്ടാ. നീ അണ്ണാക്കി ഇങ്ങനെ പിരിയും വെട്ടി വെച്ചോണ്ടിരുന്നോ? പറഞ്ഞ കേട്ടല്ല, ഞാനല്ല, എനിക്കറിഞ്ഞൂടാ. എനിക്ക് വീടിനെയും വസ്തുവിനെയും തന്നവരെയും തയ്ച്ചവരെയൊക്കെ കുറ്റം പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി വീട് പോയാൽ എനിക്ക് അറിഞ്ഞൂടാ. അതാരാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകും, എനിക്കറിഞ്ഞൂടാ. ഈ ഒരു ട്രാക്കാണ് ഇവള്. ഇത്രയും ഉളുപ്പില്ലാത്തൊരു സാധനമാണ്. ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കില്ല, ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും, ഇത്രയും ഉളുപ്പില്ലാത്തൊരു സാധനമാണ് ഇത്. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിറ്റി. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മൈത്താണ്ടികളുണ്ട്, അത് വേറെ സത്യം. അത് എന്ത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വൃത്തികെട്ട ഇതേ മെന്റാലിറ്റി ഉള്ള കുറെ ചീഞ്ഞ സാധനങ്ങളുണ്ട്. അവളുമാരാണ് ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവളെയൊക്കെ പോലെ എവിടെയെങ്കിലുമൊക്കെ അളിഞ്ചാടി നടക്കുന്ന കുറെ കിഴങ്ങന്മാർ, ഇതൊക്കെയാണ് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവളെ വായിന്ന് വന്നത് കേട്ടല്ല, എനിക്കൊന്നും അറിഞ്ഞൂടെ. പിന്നെ നിനക്കൊന്നും അറിഞ്ഞൂടെ. നീ എന്നാ മൂഞ്ചാന, നീ ആ വീടിനെ മൊത്തം കുറ്റം പറഞ്ഞു, വീട് തന്നവരെയും വസ്തു തന്നവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നീ നടക്കുന്ന എന്നാ ഗീരവത്തിനാ രേണു? നിനക്കൊരു തേങ്ങ അറിയത്തില്ല. നാണമുണ്ടോ നിനക്ക്? ഊളുപ്പില്ലാത്ത ജന്മങ്ങളെ. എവിടെയൊക്കെ ചെളിക്കുണ്ടുകളിൽ കിടന്നതിനെ എടുത്തോണ്ട് ഇവിടെ ഇട്ടതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്. അർഹതപ്പെട്ടൊരു കയ്യിലെത്താതെ പോയല്ലോ. ഈ നാടെന്താ ഇങ്ങനെ അവരാധിച്ച് നടക്കുന്നത്? വേറൊരു സ്ഥലത്ത് ഒരുത്തി ബസ്സിൽ കൊണയടിച്ചും കൊണ്ട് പാവം ഒരുത്തന്റെ ജീവിതം തുലച്ചു. ഇതൊക്കെയാണ് അവസ്ഥ. എന്തോന്ന് കാലോടെ കലികാലം. 2026 മൊത്തം മുഞ്ചിയല്ലേ തുടക്കമേ. അറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പൊ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് അറിഞ്ഞില്ല. വിവാദം നടക്കുന്നുണ്ട് അറിഞ്ഞു, പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിഞ്ഞില്ല.
വിവാദം നിരക്കും ഞാൻ എന്താണ് ഞാൻ അറിഞ്ഞൂടാ. എനക്ക് ഉളുപ്പുണ്ട്? ഉളുപ്പില്ലാതെ ജന്മമേ ചോദിക്കല്ലോ. ഉളുപ്പില്ല, അതറിയാം. എന്ത് മനുഷ്യന്മാരടാ ഇതൊക്കെ. കാലന് പോലും വഴിതെറ്റി കിടക്കണം. കാലം ഇതൊന്നും കാണുന്നില്ലേ? കാലന്റെ ലിസ്റ്റിലൊന്നും ഇല്ലേ? എവിടെയാടാ ഇടിയും മിന്നലൊക്കെ വെറുതെ വീഴുന്നു പോകുന്നത്? അല്ല, പനയിലും വീഴുന്നതിനേക്കാളും നല്ലത് പന ഓലയിൽ വീഴുന്നതാ. കേട്ടാ? അച്ഛനെതിരെ നിയമപോരാട്ടം നടത്തുവോ? എന്താണ് അടുത്ത പ്ലാൻ? ഞാനൊന്നും അറിഞ്ഞില്ല. വീട്ടിലേക്ക് മാറാൻ ഇതുണ്ടോ? പ്ലാനുണ്ടോ? എന്താ പുതിയ വീട്ടിലേക്ക് മാറാൻ പ്ലാനുണ്ടോ? മറ്റേ ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനില്ലേ, വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പിന്നെ ഫാദർ ക്ലെമന്റ് കാളിയാറ്, അദ്ദേഹം പറഞ്ഞ ഡയലോഗേ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ഊഹിച്ചോ. പൊക്കോ അതിന്റെ ഡയലോഗ് അതൊക്കെ ഉണ്ട്. പൊക്കോ. ഓക്കെ ബൈ. എന്റെ പിഴ എന്റെ മാത്രം പിഴ വിട്ടോ, അതാണ് ഡയലോഗ്. അപ്പൊ നീ അവസാനം സമ്മതിച്ച് നിന്റെ പിഴയാണെന്ന്. നീ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ കൂടെ നിന്ന് അടക്കം നിനക്കിട്ട് പുതുകാല് വെട്ടിയത്. അതുകൊണ്ട് നിന്റെ പിഴ എന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം. നിനക്കിനി ഒരു ഉയർച്ച ഉണ്ടാവണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. ഇങ്ങനെയുള്ളവർക്ക് നശിച്ച് നാറാണത്താവണം. കാരണം നിന്റെ പിഴ എന്ന് നീ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, നിന്റെ ഭാഗത്താണ് തെറ്റെന്ന്. അത് സന്തോഷമായി, വളരെയധികം സന്തോഷമായി. കാരണം നീ നിന്റെ സുഹൃത്തുക്കളും നിന്റെ കുടുംബക്കാരും എല്ലാം കൂടി ചേർന്ന് കാണിച്ചിട്ടുള്ള പേക്കൂത്തുകൾ ഇനി ഒരിക്കലും ഒരു അപരാധി മക്കളും ഇതുപോലെ കാണിക്കരുത്. കാരണം ഇതെല്ലാം അപരാധങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. എന്ത് നാറിയ പരിപാടിയാണ്. എന്നിട്ട് നിന്റെ പിഴ ഇപ്പം നീ തിരിച്ചറിഞ്ഞു. നിനക്ക് പിന്നെ ഈ സംഭവം ഒന്നും അറിയത്തില്ല. വിവാദങ്ങളിലൊന്നും ഞാൻ അറിഞ്ഞില്ല. നാണുണ്ടായി തള്ളി മറിക്കാൻ. അയ്യേ, ഉളുപ്പില്ലാണ്ടെങ്കിൽ ഇരിക്കുക, അണ്ണാക്കി പിരിവെട്ടിയിരിക്കുക. അതാണ് സത്യം. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, മൊത്തത്തിൽ മൂഞ്ചിയിരിക്കുക. അല്ലെങ്കിൽ മയക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടന്ന് പരണ്ടൂരിൻ്റെ എണീറ്റ് 7 മണിക്കൂർ അവിടെ വന്ന് കൊണയടിച്ചിട്ട് പോകുന്ന രേണു ഇപ്പോൾ എൻ്റെ പിഴ എന്ന് പറഞ്ഞും കണ്ട് മുങ്ങി. അതാണ്, അത്രയേ ഉള്ളൂ. നീ ബിഗ് സീറോ. ഇങ്ങനെ ക്രമേണ രേണു എന്ന് പറയുന്ന പേട്ട മരത്തിനേക്കാളും കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലോട്ടങ്ങ് പോകും. മരമല്ല, ഒരു കുറ്റിച്ചെടിയാണ്, കരിഞ്ഞങ്ങ് പോകും. അത്രേ ഉള്ളൂ. കേട്ടാ? ഇനി നമ്മുടെ ഫിറോസ് ഭായ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഫിറോസ് ഭായിയുടെ ഒരു പോസ്റ്റൊക്കെ ഇടയ്ക്ക് ഭയങ്കര ചർച്ചയായതാണ്. വേറൊന്നുമല്ല, അങ്ങേര് പറഞ്ഞ് വസ്തു എടുത്തോണ്ട് പോവുകയാണെങ്കിൽ വീട് ഞാൻ എന്ത് ചെയ്യൂടെ എന്നുള്ളൊരു സെറ്റപ്പിലൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങേരെ ഫ്രസ്ട്രേഷൻ, അങ്ങയുടെ ഒരു മാനസികാവസ്ഥ, പിന്നെ പേഴ്സണലി ആ വ്യക്തിക്ക് ഇഷ്ടം കാണില്ല ഇങ്ങനെ തിരിച്ചെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് തിരിച്ചെടുക്കണം. കാരണം ഇങ്ങനത്തെ കേടുകെട്ട ടീംസിന് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ കിച്ചുവിന് ഒരു അഭിപ്രായം പോലും ഇല്ല. ഈ രേണു എന്ന് പറയുന്നവളും അവളുടെ കൂട്ടുകാരികളും കുടുംബക്കാരും എല്ലാം ഇവരെല്ലാവരെയും വലിച്ചീര് ഒട്ടിച്ചപ്പോഴും കിച്ചുവിനാണെങ്കിൽ ചാനായിട്ട് പറയാം, നിങ്ങൾക്കല്ല, നമുക്ക് തന്നതാണ്, നമ്മൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോളാം, നിങ്ങളില്ലേ ഇനിയിപ്പോൾ സംസാരിക്കണ്ട എന്നൊരൊറ്റ വാക്ക് പറഞ്ഞ് അവിടെ തീർന്നേനെ. അണ്ണാക്കി പിരിവെട്ടി ഇത്രയും കാലം ഇരുന്നിട്ട് ഇപ്പം കേസ് വന്നപ്പോൾ മുണ്ടും പൊക്കി കൊണ്ടുവന്നിരിക്കണവൻ. എന്തോ പറയാം. ഫിറോസ് ഭായ് പറ. നമസ്കാരം. നമ്മുടെ ബിഷപ്പ് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്ത പറമ്പ് തിരിച്ചു വാങ്ങാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രേണു അയാൾക്കെതിരെ ചെയ്ത എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം നിയമനടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ മോശമായ രീതിയിൽ എന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോം അങ്ങനത്തെയൊക്കെ പറയുന്നത് തന്നെ, അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ അന്നും ഇന്നും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവുമെല്ലാം ഞങ്ങളെല്ലാം കൂടെ കൊടുത്തത് രേണു സുധിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ അല്ല, അല്ലെങ്കിൽ രേണുവിൻ്റെ മറ്റുള്ള കുടുംബക്കാരെ കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെ കണ്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ അത് അവരുടെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. 24 ചാനൽ കൃത്യമായിട്ടാണ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അത് കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അന്നും അവിടെ ചർച്ചയ്ക്ക് വന്നൊരു കാര്യമാണ്, നമുക്ക് അവരെ പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ട, നാളെ അവർ വിവാഹം കഴിച്ച് പോവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടെ നിന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്തത്. സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അപ്പോൾ ആ സ്ഥലം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു പ്രോപ്പർട്ടി അവിടെ
വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വീടുണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു സൗജന്യമായിട്ടൊരു സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് അപ്രൂവൽ കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ടിത് മറ്റുള്ള ബയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും, ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെ മീൻസ് ലൈക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഇതിന് കേസോ നൂലമാലകളില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്, അതിൻ്റെ കൂടെ ഒരു നന്മ, അത് നമ്മൾ കാണാതെ പോകരുത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ രേണുസുതി അവിടെ താമസം തുടങ്ങിയതിന് ശേഷം മുൻപ് ആരെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ച് വരുമായിരുന്നു, ഇപ്പോൾ സ്ഥലം പോലും അന്വേഷിച്ച് വരുന്നില്ല എന്നാണ് ബിഷപ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങിക്കണം എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ഞാനതിനെ പിന്തുണയ്ക്കാനുമില്ല, അല്ലെങ്കിൽ ഞാൻ എതിർക്കാനുമില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞിരുന്ന വെച്ചാൽ കൊല്ലം സുധി മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മക്കൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ അതിൻ്റെ പേരിലൊരു വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ കൊല്ലം സുധിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുക ഈ കൊല്ലം സുധിയുടെ ആത്മാവായിരിക്കാം. അതിനകത്തൊരു സംശയമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത്. രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ തങ്കച്ചൻ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ, ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി എന്നെയും അല്ലെങ്കിൽ ബിഷപ്പിനെയൊക്കെ തെറി പറയുന്നു, അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെന്തിനാണ് കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുട്ടികൾ ഇതിൽ എന്ത് പഴിച്ചു? മറ്റേ കിച്ചു എന്ന് പറയുന്ന മൂത്ത കുട്ടിയും റിതുൽ എന്ന് പറയുന്ന താഴെയുള്ള കുട്ടിയും അവരെന്ത് തെറ്റാണ് ചെയ്തത്? കൊല്ലം സുധീനെ കണ്ടിട്ടല്ലേ നമ്മൾ അവർക്ക് സ്ഥലം കൊടുത്തതും വീട് കൊടുത്തതൊക്കെ, അല്ലാതെ രേണുവിനെയും തങ്കച്ചനും കണ്ടിട്ടാണോ അവർക്ക് വീടും സ്ഥലമൊക്കെ കൊടുത്തത്? ഒരിക്കലും അല്ല. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ചില പക്ഷേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, ചിലർക്ക് രേണുവിനോട് ദേഷ്യം ഉണ്ടായിരിക്കാം. ഈ പറയുന്നത് എനിക്കും ദേഷ്യമുണ്ട്. ഒരു നല്ല വീട് കൊടുത്തിട്ടുള്ള ചീത്തപ്പേര് മുഴുവൻ ഉണ്ടാക്കി തന്നതാണ് രേണു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സൗഹൃദങ്ങൾക്ക് വലിയ കോട്ടമുണ്ടായി. ഞങ്ങൾ ചെയ്തു വന്നിരുന്ന ചാരിറ്റികൾ വളരെയധികം കോട്ടമുണ്ടായി. ഞങ്ങളുടെ ഗ്രൂപ്പിന് നല്ല നിലയിൽ പോയിരുന്ന ഞങ്ങളെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വളരെയധികം മോശം അവസ്ഥയിൽ പോയി. ഞങ്ങളുടെ എല്ലാവരുടെയും ബിസിനസ്സിനെ ബാധിച്ചു, ഞങ്ങളുടെ ട്രസ്റ്റിനെ ബാധിച്ചു, എല്ലാത്തിനെയും ബാധിച്ചു. അതൊക്കെ രേണു കാരണം ഉണ്ടായതാണ്. അപ്പോൾ രേണുവിനോട് എനിക്ക് ഒരിക്കലും എൻ്റെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ വെറുപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. രേണുവിനോടും ഈ പറയുന്ന തങ്കച്ചനോടും. ഈ പറയുന്ന തങ്കച്ചൻ നാറി അവിടെ വന്നിട്ട് സ്വന്തം എന്താണ് മകളുടെ മകനുണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ നനയ്ക്കുന്നതിന് പൈസ വെച്ചവനാണ് ഈ നാറി. അതറിയാം നിങ്ങൾക്ക്? ഇവരെന്നിട്ട് മറ്റേ ഈ അവിടെ ഫ്ലവേഴ്സിൻ്റെ ആൾക്കാർ അവരൊക്കെ ചീത്ത പറഞ്ഞു പണിക്കാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ. എന്നിട്ട് ഇവൻ പോയിട്ട് അപ്പുറത്തൊരു ചായക്കടയിൽ പോയിട്ട് ചായ ഏൽപ്പിച്ച് ചായയും കടിയും ഇവരോട് കുടിച്ചോളാൻ പറഞ്ഞു. എൻഡ് ഓഫ് ദ ഡേ അവിടുന്ന് പോരുന്ന സമയത്ത് ഞാനാണ് ആ ബില്ല് ക്ലോസ് ചെയ്തത്, ഇവൻ പൈസ കൊടുക്കാതെ. അതാണ് ഈ തങ്കച്ചൻ. പിന്നെ രേണു വെറും ഒരു ചാറ്റ് ഉണ്ടായിരുന്ന സാധനം ഇവളാണ് ഈ ചോർച്ച എന്നാക്കിയിട്ട് ലോകം മുഴുവൻ ഞങ്ങളെ മോശക്കാരാക്കി. ഈ നാറികളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ മരണം വരെ? ഒരിക്കലുമില്ല. നിങ്ങൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണം വേണ്ട. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, രേണു എന്നവളെയും അതേപോലെ തങ്കച്ചൻ എന്നവനെയും അവിടെ നിന്ന് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അല്ലാതെ ആ പാവം കുട്ടികൾക്ക് കൊടുത്ത ഇത് ഒന്നും പറയാത്ത നിരപരാധികളായ കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല. 100% ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണത്. എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്ന് കേട്ടിട്ടില്ലേ? അതിന് നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ രേണുവിൻ്റെ പാവട വള്ളിയമ്മ തൂങ്ങി അല്ലെങ്കിൽ തങ്കച്ചൻ്റെ മുണ്ടിൻ്റെ വള്ളിയമ്മ തൂങ്ങിയിട്ടൊന്നും ഞാൻ നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. കലക്കി ലാസ്റ്റ് ഡയലോഗ് അത്രയും ലാസ്റ്റ് കുറച്ച് മിനിറ്റുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫിറോസ് ഭായി എന്നെ ഇടയ്ക്ക് എവിടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോവുകയാണെങ്കിൽ വീട് തിരിച്ചു തന്നിട്ട് പോണേന്ന്. അപ്പം അങ്ങനത്തെ കമന്റ്സ് ഇട്ട ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ചിലവർ പ്രതികരിക്കും. പക്ഷെ നിങ്ങൾ രേണുവായിട്ട് ബന്ധമെന്ന് പറഞ്ഞ് പലരും പ്രതികരിച്ചാൽ എനിക്ക് ഒരു പോയിന്റ് പോലും താല്പര്യമില്ല. അത് വളരെ മോശമായി പോയി. ആ രീതിയിൽ നിങ്ങൾ ഒരുമാതിരി വലിച്ചു കീറി താറടിച്ച് കാണിച്ച വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് നിങ്ങളടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് രേണുവിൻ്റെ അടുത്ത് രേണുവിൻ്റെ കുടുംബത്തിനോടും ഒരു സ്നേഹം ഉണ്ടാവാനുള്ളൊരു ചാൻസും എനിക്കും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കിച്ചു ആയാലും ഋതപ്പനായാലും ആ രണ്ട് പിള്ളേർക്ക് അർഹതപ്പെട്ടതാണ്. പിന്നെ കിച്ചു ഇതാ ഇപ്പം ബോധമില്ലാതെയൊക്കെ പോലെയാണ് അവൻ പെരുമാറുന്നത്. അവന് ഇത്രയും വയസ്സായി,
ഒന്ന് സ്റ്റാണായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം നേരത്തെ തീരുമായിരുന്നു. പക്ഷെ അവൻ തീർത്തില്ല. അവൻ ഇത് ഇങ്ങനെ വളയെന്ന് അവൻ്റെ കാര്യം നോക്കി അവിടെ പോയിരുന്നു. എന്തായാലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനും ഋതപ്പനും അധികാരം ആവാം. പക്ഷെ ബാക്കിയുള്ള സാമാനങ്ങളെല്ലാം അവിടെ നിന്ന് പോയി ഒഴിഞ്ഞ് തീർന്നു നിന്നിരുന്നെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു. വലിഞ്ഞേറി അവിടെ കിടന്നും കൊണ്ട് കൊണ കാണിക്കുന്ന കൊണകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. തങ്കച്ചൻ്റെ നാറിയ പറഞ്ഞത് കണ്ടില്ലേ, തങ്കച്ചൻ്റെ തനിക്കൊണവും നാറി ചീപ്പ് ക്വാളിറ്റിയും നേരിട്ട് കണ്ടിട്ടുള്ളവനും തന്നെയാണ് ഞാൻ അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട്. പക്ഷെ അന്ന് ഞാൻ കൊടുത്തു വിട്ട് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അണ്ണാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് മാഞ്ചോണ്ട് തങ്കച്ചൻ പതുക്കെ ഇറങ്ങിപ്പോയി. അത് വേറെ കേസ്, അത് വിട്, അത് പോട്ട്. നമ്മളിനി പോട്ടെ. ഓക്കെ, അതുകൊണ്ട് തങ്കച്ചനൊക്കെ കണ്ടല്ലേ, വെറും ചീഞ്ഞ ടീമുകളാണ്ട് ഇതൊക്കെ, വെറും ചീഞ്ഞാളിഞ്ഞ ടീമുകൾ. ഇതിനെയൊക്കെ പറയാതെ ആരെ പറയണം. എന്തായാലും കിച്ചുവിന് ഋതപ്പനും അവിടെ താമസിക്കാനുള്ള ഒരു ഇതുണ്ടാവട്ടെ. ബാക്കിയുള്ള എല്ലാ ഊളകളും അവിടെ നിറങ്ങി പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവട്ടെ. ഇത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇതെന്ത് വകുപ്പാവുന്നു. പിന്നെ ബിഷപ്പിന് ഒരിക്കലും ഈ വസ്തു തിരിച്ചെടുത്തിട്ട് അങ്ങേർക്കൊന്നും നേദിക്കാനില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളും ഇവളുടെ കൂട്ടുകാരികളും എല്ലാം അടങ്ങണം, ഇതോടെ തീരണം ഇവളുടെയൊക്കെ ഉങ്കുകൾ, അഹങ്കാരങ്ങൾ. അദ്ദേഹം വിചാരിച്ചാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുന്നു. ഞാനിപ്പോഴും പറയും, അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. എന്തിനാ ഇത്രയും അപരാധം വിളിച്ച് പറഞ്ഞിട്ട് നാണോ മാനോ ഉളുപ്പില്ലാണ്ട് എല്ലാം വീണ്ടും അവിടെ തന്നെ തിന്നും തൂറും പെടുത്തും കിടക്കുകയാണ്. ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ ആ വീടിനെ മൊത്തം കുറ്റം പറഞ്ഞ് ആ വസ്തു കൊടുത്ത ബിഷപ്പിനെയും ചീത്ത വിളിച്ചിട്ട് വീണ്ടും ഉളുപ്പില്ലാണ്ട് അവിടെ തന്നെ തിന്നും തൂറിയും ഉറങ്ങിയും പെടുത്തും കിടക്കണം. ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ. മനുഷ്യന്മാരായ കുറച്ച് ഉളുപ്പ് വേണം. ഇനിയെങ്കിലും കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോ കേട്ടാ. മൊത്തത്തിൻ്റെ നിന്റെ അടുത്തൊക്കെ എല്ലാത്തിൻ്റെ അടുത്തും കൂടി ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ഉളുപ്പില്ലാത്ത മനുഷ്യന്മാർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. പുതിയൊരു വീഡിയോ ഇട്ടണം.